ഭരണ നേതൃത്വവും ആത്മീയ നേതൃത്വവും തമ്മിലുള്ള വലിയ വടംവലി, അതാണ് നമ്മൾ കാണുന്നത്, വലിയ വടംവലി. അതിൽ ഭരണ നേതൃത്വം പ്രത്യക്ഷത്തിൽ തന്നെ അധികാരമുള്ള ആളുകളായതുകൊണ്ട് നാച്ചുറലി എന്ത് പരിശ്രമിക്കും? ആത്മീയ നേതൃത്വത്തെ അടിച്ചമർത്താനായിട്ട് പരിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി, പ്രവാചകന്മാരിലൂടെ ദൈവാത്മാവ് ആത്മീയ ഭരണം നടത്തുകയാണ്, സ്പിരിച്വൽ ലീഡർഷിപ്പ്. പക്ഷെ എല്ലാവർക്കും ഇതിന് സ്പിരിച്വൽ ലീഡർഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആഗ്രഹിക്കത്തക്കതായിട്ടൊന്നുമില്ല. അവർക്ക് ചെങ്കോലില്ല, കിരീടമില്ല, ഒരുപക്ഷെ ഭക്ഷണം കിട്ടത്തില്ല, പലപ്പോഴും അടിയും പീഡനങ്ങളുമാണ്. അതുകൊണ്ട് ആത്മീയ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് ആൾക്കാർക്ക് പലപ്പോഴും താല്പര്യമില്ല. ഭരണ നേതൃത്വത്തിന് വേണ്ടി എപ്പോഴും അടിയുണ്ടാകും. ഭരണ നേതൃത്വത്തിന്റെ പ്രത്യേകത ഡൈനാസ്റ്റി ഉണ്ടെന്നുള്ളതാണ്. ഗിദിയോന്റെ അടുത്ത് അവർ എന്ന് പറയുന്നത്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം, നിന്റെ മകനും അവന്റെ മകനും അങ്ങനെ തന്നെ. എന്നാൽ പ്രവാചകന് ഡൈനാസ്റ്റി ഇല്ല. പ്രവാചകനെ ദൈവം എന്ത് ചെയ്യാണ്? ഓരോ പ്രവാചകനെയും ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ഓരോ പ്രവാചകനെയും അഭിഷേകം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഭരണത്തിന്റെ ക്രമത്തെക്കുറിച്ച് 1 Kings chapter 19 verse 15 to 17 നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഇവിടെ നിന്ന് അരാമിലേക്ക് പോകണം, അവിടെ ഹസായേലിനെ ദമ്മശേക്കിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഡമാസ്കസിൽ ചെന്നിട്ട് സിറിയയുടെ രാജാവായിട്ട് ഹസായേലിനെ നീ അഭിഷേകം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നീ ഇസ്രായേലിൽ വരണം, ഇസ്രായേലിൽ വന്നിട്ട് യേഹുവിനെ നീ അഭിഷേകം ചെയ്യണം. അതോടൊപ്പം തന്നെ നീ ആരെ അഭിഷേകം ചെയ്യണം? എലീശയെ അഭിഷേകം ചെയ്യണം. ഇത് ഭരണത്തിന്റെ 3 തലങ്ങളാണ്. ഒന്ന് സെക്യുലർ വേൾഡ്, 2 ചർച്ച്, ദാറ്റ് ഈസ് ഇസ്രായേൽ, ആൻഡ് ഫൈനലി ചർച്ചിലെ തന്നെ ആത്മീയ നേതൃത്വത്തിന്റെ പ്രതിനിധിയാണ് ആര്? എലീശ. പക്ഷേ നമ്മൾ പറയുന്നത് ഇവിടെ ഇതിന്റെ ആ ഓർഡർ ഒന്ന് ആലോചിക്കണം. ഹസായേലിന്റെ വാളിന് ഒഴിവാകുന്നവനെ യേഹു കൊല്ലും, യേഹുവിന്റെ വാളിന് ഒഴിവാകുന്നവനെ എലീശ കൊല്ലും. അപ്പോൾ ആത്യന്തിക ഭരണം ആരുടെയില്ല കിടക്കുന്നത്? ആത്മീയ നേതാവിന്റെ ഇതാണ്. പ്രത്യക്ഷത്തിൽ നേരെ തിരിച്ചല്ലേ. ഏലീശായിക്ക് എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ, നമ്മളിപ്പോൾ ഇന്ന് അങ്ങനെയാണല്ലോ, സഭയിൽ പ്രശ്നം തീർന്നില്ലെങ്കിൽ കോടതി കൊണ്ടുപോകും, കോടതി പ്രശ്നം തീർന്നില്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ പിടിക്കും, ഇല്ലേ? ഇങ്ങനെയൊക്കെ ആണല്ലോ. അല്ലെങ്കിൽ അതിനകത്ത് കോടതിയാണോ രാഷ്ട്രീയക്കാരാണോ വലുത് നമുക്കറിയത്തില്ല. എനിവേ, നമ്മൾ നേരെ തിരിച്ചാണ് ഈ ഓർഡർ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിന്റെ ഓർഡർ എന്താണ്? സെക്യുലർ ലീഡർഷിപ്പ് ആൻഡ് ദ ലീഡർഷിപ്പ് ഇൻസൈഡ് ഇസ്രായേൽ ആൻഡ് ഫൈനലി ദ സ്പിരിച്വൽ ലീഡർഷിപ്പ്. പക്ഷെ ഫൈനാലിറ്റി എപ്പോഴും എന്താണ്? അന്തിമമായി എന്താണ് നോക്കുന്നത്? ഇറ്റ് ഈസ് ദ തിയോക്രാറ്റിക് സ്റ്റേറ്റ്. ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥ. എല്ലാ ലോകവും ദൈവം അദൃശ്യമായിട്ട് ഭരിക്കുന്നു. സഭ ദൈവത്തിന്റെ രാജ്യമാണ്. എന്നാൽ പ്രവാചകൻ നേരിട്ട് ദൈവശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി ഭരണം നടത്തുന്നു. പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേൾക്കുന്നു. ദസ് സെയ്സ് ദ ലോർഡ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മറിഞ്ഞു കുറച്ചങ്ങ് പോവുകയാണ്. ദസ് സെയ്സ് ദ ലോർഡ്, പ്രവാചകൻ എഴുന്നേറ്റു എന്ന് പറയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുന്നത് ആ കാലയളവിലെ മറ്റൊരു ഫ്രേസിന്റെ ഒരു അനുകരണം. ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദസ് സെയ്സ് ദ കിങ് എന്ന് പറഞ്ഞ് രാജസദസ്സിൽ രാജാവിന്റെ തീരുമാനങ്ങളെ ടൗണിൽ, സ്ട്രീറ്റിൽ വിളിച്ചു പറയാൻ ആളുകളെ ആക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്ട്രീറ്റിൽ നമ്മളിപ്പം പറയുന്നത് കോൺഗ്രസ് സ്പോക്സ്മെൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടി സ്പോക്സ്മെൻ എന്ന് പറയുന്നത് പോലെ പാർട്ടിയുടെ വക്താക്കൾ. അപ്പോൾ അവര് എന്ത് ചെയ്യുന്നു? പാർട്ടിക്ക് വേണ്ടി പുറത്ത് ചെന്നിട്ട് പറയാണ് ദസ് സെയ്സ് ദ കിങ്. അപ്പോൾ ആരെങ്കിലും ചോദിക്കും അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, ഞാനും കൂടെ ഇരിക്കുമ്പോഴാണ് രാജാവ് ഈ തീരുമാനം എടുത്തത്, ഇല്ലേ? I was in that royal council and I heard what the king said, so I have all the right to say it, and the king has appointed me to say these things to you. അതാണ് അവന്റെ ഉൾബോധ്യം. Thus says the Lord എന്ന് ഒരു പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ പറയുന്നതെന്നറിയാമോ? അവൻ പറയുന്നത് അപ്പോൾ ആളുകൾ ചോദിക്കും അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നത്, I was in the divine council when God took this decision and God has appointed me to say these things to you. ഞാൻ ദൈവത്തിന്റെ ആലോചനാ സഭയിൽ, യെരമ്യാ പ്രവചനം 23-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ ഏറ്റവും ഒടുവിൽ 18-ാം വാക്യത്തിൽ പറയുന്നു. പ്രവാചകന്മാർ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. യെരമ്യാ ചോദിക്കുകയാണ്, ഇതിൽ ആരാണ് ഈ കാര്യം പറയുവാൻ യോഗ്യനായിട്ട് ദൈവത്തിന്റെ ആലോചനാ സഭയിൽ നിന്നവൻ ആര്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് കള്ളപ്രവാചകന്മാർ പറയുമ്പോൾ യെരമ്യാ ചോദിക്കുക, ഹു ക്യാൻ സേ ദാറ്റ് ഐ വാസ് ഇൻ ദ ഡിവൈൻ കൗൺസിൽ ടു സേ ദീസ് തിങ്സ്? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഡിവൈൻ കൗൺസിലിൽ നിൽക്കുവാൻ കഴിയുന്നവനാണ് ദൈവത്തിന് വേണ്ടി പുറം ലോകത്തിന്റെ അടുത്ത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയാൻ കഴിവുള്ളവൻ. സോ വാട്ട് ഈസ് നീഡഡ് ഈസ് എന്താണ്? ദൈവത്തിന്റെ ആലോചനാ സഭയിൽ നിൽക്കുക. ദൈവത്തിന്റെ ആലോചനാ സഭയിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയാൻ വേറെ ആർക്കും അവകാശമില്ല. ദൈവത്തിന്റെ ആലോചനാ സഭയിൽ നിൽക്കുക. ഈ നാബി എന്ന് പറയുന്ന വാക്ക്, പ്രവാചകൻ എന്ന് നമ്മൾ പറയുമ്പോൾ നാബി എന്ന് പറയുന്ന ഒരു വാക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ അറബിക്കിൽ നബി എന്നൊക്കെ പറയുന്നു. നാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മറ്റൊന്നുമല്ല, സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് സംബഡി എൽസ്, വേറൊരാൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവചനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഫോർടെല്ലിംഗ് ആണ്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ വേദപുസ്തക പ്രകാരം പ്രവചനം എന്ന് പറയുന്നത് ഫോർടെല്ലിംഗ് അല്ല, ഫോർത്ത് ടെല്ലിംഗ്, സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് സംബഡി, വേറൊരാൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ബിബ്ലിക്കൽ പ്രോഫസി എന്ന് പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഐ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ്
പ്രൊഫസി. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ തടിച്ച നാവുള്ളവനാണ്, അതുകൊണ്ട് എനിക്ക് ഫറവോന്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയത്തില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, പുറപ്പാട് 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്. പിന്നെ കർത്താവ് പറഞ്ഞു, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ആരൻ വിൽ സ്പീക്ക് ഫോർ യു ആൻഡ് ഹി ഷാൽ ബി എ പ്രോഫറ്റ് ഫോർ യു. അല്ലേ, അഹരോൻ നിനക്ക് വേണ്ടി സംസാരിക്കും, അഹരോൻ നിനക്കൊരു പ്രവാചകനായിരിക്കും. എന്തോ അതിൻ്റെ അർത്ഥം? നീ സംസാരിക്കണ്ട, നിനക്ക് പറയാനുള്ളത് ആര് പറയും? അഹരോൻ പറയും. ഇത് തന്നെ വാസ്തവത്തിൽ ഒരു പ്രോഫറ്റ് ചെയ്യുന്നത്. അതാണ് പ്രോഫസി എന്ന് പറയുന്നത്. എ പ്രോഫറ്റ് ഈസ് സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ്. അത് പറയാനുള്ള അവൻ്റെ അവകാശം എന്താണ്? അവൻ്റെ ഡിവൈൻ കൗൺസിൽ അംഗമായിരിക്കും. ഏതെങ്കിലും 1-2 പേരെ കുറിച്ചല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അറിയാം. വി ഹാവ് ടു സിറ്റ് ഇൻ ദി പ്രസൻസ് ഓഫ് ദ ലോർഡ് ആൻഡ് വി ഹാവ് ടു ബി ഇൻ ദി ഡിവൈൻ കൗൺസിൽ വെൻ ഗോഡ് ടേക്സ് ഡിസിഷൻ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് Holy Spirit, then certainly you can be part of the divine council and certainly you will know what God says and you can go to the world and say what the Lord has spoke in the divine council, and you are appointed, and you can certainly do that because you are, you were in the divine council. You can become, otherwise you have no right to speak on behalf of God. അതുകൊണ്ട് ജെറമ്യാ ചോദിക്കുന്നത്, who has given you the authority to speak as if you were in the divine council? How can you say thus says the Lord? Have you been in the divine council? ദൈവത്തിന്റെ കൗൺസിൽ ഉണ്ടായിരുന്നിട്ടാണോ നീ വിളിച്ച് പറയുന്നത്? ജെറമ്യാ ചോദിക്കാം. You understand? So what God is seeking in these days are prophets, and even Paul says പ്രവചനപരം കംഷിപ്പിംഗ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അർത്ഥം ഇപ്പോഴത്തെ ജോലി മാറി മറ്റൊരു ജോലി കിട്ടുമെന്ന് ഒരാൾ പറയാൻ വേണ്ടി നമ്മൾ വേണമെങ്കിൽ ആലോചന എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പക്ഷെ ആലോചന നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ ആലോചനയാണ്. ഇറ്റ് ഈസ് നോട്ട് എ സംതിങ് ലൈക്ക് ഐ എം കൗൺസിലിംഗ് എ പേഴ്സൺ ഹു ഈസ് ഡിപ്രസ്ഡ് ആൻഡ് ഗിവിംഗ് സം കൈൻഡ് ഓഫ് കൺസോളിംഗ് മെസ്സേജ്, ആൻഡ് ദാറ്റ് ഈസ് ഗുഡ്. But that is not a divine counsel, or that is not what it is meant. When you are in the divine counsel, you have the ability. It is not the ability. You are authorized to say what is the decision that is taken in the divine counsel. ദൈവത്തിന്റെ ആലോചന സഭയിൽ നമ്മൾ ഒരംഗമായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആലോചന മറ്റുള്ളവർ അറിയിക്കാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു പോയായിരുന്നു. എക്സ്റ്റസിയെ നമ്മൾ കുറ്റം പറയുന്ന കാര്യങ്ങളെ നിർത്തുക. എന്നാൽ എക്സ്റ്റസി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. വാട്ട് ഗോഡ് ഈസ് ലുക്കിംഗ് is a continuous ecstasy or being in the presence of the Lord for Lord continuously. മുഴുവൻ സമയവും ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആ ദിവ്യാനുഭൂതി തന്നെ തുടരുന്നതാണ് നമുക്ക് ആവശ്യമായി. Don't be satisfied that I have filled with the Holy Spirit and I spoke in tongues once, maybe 5 or 2 years back. What God is looking, it's not just speaking in tongues. What God wants you is to be in His presence forever, all the time. എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ഡിവൈൻ കൗൺസിൽ ഇരിക്കുന്നത് കാണാൻ കർത്താവാണ്. ഒരു കണ്ടിന്യൂസ് എക്സ്റ്റസി. അതിനകത്ത് ശാരീരിക പ്രകടനങ്ങളൊന്നും അല്ല വിഷയം. അതുണ്ടാകാമില്ല, ഇല്ലാതിരിക്കാം. എന്നാൽ എക്സ്റ്റസി ആത്മീയതയുടെ പ്രദർശനമല്ല. പ്രദർശനം നമ്മൾ ആത്മാവുണ്ടോ എന്നുള്ളതാണ് വിഷയം. ആത്മാവ് പോയാലും ചിലപ്പോൾ എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ദീസ് ആർ ഓൾ ഗിഫ്റ്റ് ആൻഡ് ഗോഡ് ഈസ് നോട്ട് ടേക്കിംഗ് അവേ യുവർ ഗിഫ്റ്റ് ഓൾ ഓൺ എ സഡൻ. ആൻഡ് ഹി ഈസ് എ വെരി മേഴ്സിഫുൾ ഗോഡ് ആൻഡ് ഹി ഈസ് ലുക്കിംഗ്, ഹി ഈസ് വാച്ചിങ് ഓവർ യു ആൻഡ് ഹി വാണ്ട് ടു സീ ദാറ്റ് യു ആർ കമ്മിങ് ബാക്ക് ടു ഹിസ് പ്രസൻസ് whenever you make a mistake, when you are fallen into sin. He is not just condemning you and taking away your gift or even make you a public example before others. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു പരിഹാസപാത്രമാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ പ്രാവശ്യം നമ്മുടെ പാവങ്ങളെ ദൈവം മറച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് നിൽക്കാനായിട്ട് കഴിയുന്നത്. And if God was revealing all our sins, then certainly we never could be in the presence of the Lord and even before people. മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് ഒരിക്കലും കഴിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു? നമ്മൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവൻ എപ്പോഴും നമുക്ക് വേണ്ടി പുതിയ പുതിയ വാതിലുകളെ തുറന്നു. അവൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാം. ഓ ഹല്ലേലൂയ. നമ്മൾ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും പിന്നെ ഒരുപക്ഷെ നമ്മൾ അന്വേഷണം പറയുന്നുണ്ടായിരിക്കും. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഗോഡ് ഹാസ് പ്ലീസ്ഡ് ഇൻ യു ഇൻ വാട്ട് യു വർ ഡൂയിങ്. നമ്മൾ ചെയ്ത പാപത്തിൽ ദൈവം പ്രസാദിച്ചെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതിനെ ദൈവം അഭിഷേകം ചെയ്തിട്ടില്ല പ്രിയമുള്ളവരെ. നമുക്ക് കർത്താവിനോട് പറയും, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്, നിന്റെ ഗിഫ്റ്റ് എന്നിൽ നിന്ന് എടുക്കരുതെന്നല്ല, എൻ്റെ എബിലിറ്റീസിനെ എന്നിൽ നിന്ന് എടുക്കരുതെന്നല്ല, എൻ്റെ കാർ എൻ്റെ നിന്ന് എടുക്കരുത് എന്നല്ല, എൻ്റെ ജോലി കളയല്ലേ എന്നല്ല പറയേണ്ടത്. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. ഹല്ലേലൂയ. ശക്തി പോകുന്ന ഒരു വലിയ വിഷയമൊന്നുമല്ല, പക്ഷെ ആത്മാവ് പോയാലെല്ലാം പോയി. പ്രിയമുള്ളവരെ, ശക്തി ഉള്ളതും വലിയ വിഷയമല്ല. കാരണം ആത്മാവ് പോയാലും ഒരുപക്ഷെ ശക്തി പ്രകടിപ്പിക്കപ്പെട്ടേക്കും. ആ സ്റ്റേജ് മാറി പൂർണ്ണമായും ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലായിരിക്കുന്നു. ദിസ് ഇസ് എ ന്യൂ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് ഗോഡ് ഈസ് റൂളിംഗ് ഓവർ യു ആൻഡ് ഗോഡ് ഈസ് അപ്പോൺ യു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഭരണം നടത്തുന്ന ഒരു സ്റ്റേജ്. ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ, ബട്ട് സ്റ്റിൽ I want to see that we are controlled by the Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഭരിക്കുന്ന ഒരു സ്റ്റേജ്. ഹല്ലേലൂയ. അവന്റെ ആലോചന സഭയിൽ കയറി നിൽക്കുവാൻ ഇന്ന് രാത്രിയിൽ നമുക്കൊരു നിമിഷം കർത്താവിനോട് പറയാം. I wonder why we are free even after hearing all this. നമുക്കൊരിക്കലും അങ്ങനെ ഫ്രീ ആകാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് നമുക്കിതിനെ വിട്ടുകളയാനുള്ള ഒരു ചോയ്സ് ഇല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക അല്ലാതെ നമുക്ക് വേറെ ഒരു ചോയ്സ് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടും. ദൈവത്തിന്റെ ആത്മാവ്
നമ്മൾ നിഷേധിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമ്മളെ ഫലമേൽപ്പിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് പുറത്തു പോകുന്നെങ്കിൽ, ശൂന്യമായി കിടക്കുന്നുവെങ്കിൽ, വാട്ട് ഹാപ്പൻ? ഓൾ ഓൺ എ സഡൻ ദുരാത്മാവ് ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിന്ന് പോകുന്ന ഒരു നിമിഷം പോലും ഉണ്ടാകുവാൻ ഇടയാകരുത്. അവൻ്റെ ആലോചന സഭയിൽ, അവൻ്റെ വാക്കുകളൊക്കെ അവരുടെ ഡിവൈൻ കൗൺസിലിന് അംഗമായി. അത് ചില പ്രവാചകന്മാർക്ക് വേണ്ടി മാത്രമല്ല, ദൈവം എല്ലാവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഡിവൈൻ കൗൺസിൽ അംഗമായിരിക്കും. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ചില നിമിഷങ്ങളിൽ എക്സസി ഉണ്ടാകണമെന്നല്ല, ഒരു കണ്ടിന്യൂസ് എക്സസ്. അതൊരു പക്ഷേ നമ്മളുടെ ആദ്യത്തെ സമയത്ത് നമുക്ക് ബോധമൊക്കെ മറയുന്ന സന്ദർഭമൊക്കെ ഉണ്ടായേക്കാം. ഇറ്റ് ഇസ് പോസിബിൾ, അതിനെ നമ്മൾ നിഷേധിക്കേണ്ട. പക്ഷേ ഒരു കണ്ടിന്യൂസ് എക്സസ് നിങ്ങളുടെ ബോധമൊന്നും പറയുന്നൊന്നുമില്ല. യു ഡു എവറിഥിങ് ദാറ്റ് യു ഡു പെർഫെക്റ്റ്ലി എവറി മിനിറ്റ് 24 hours. അത് ദൈവ സാന്നിധ്യ പരിശീലനം എന്ന് പറയും. സംടൈംസ് വി വണ്ടർ, ഹൗ ക്യാൻ വി പ്രൈസ് ഗാഡ്, ഹൗ ക്യാൻ വി പ്രേ, ഹൗ ക്യാൻ വി ലിവ് എ ലൈഫ് ദാറ്റ് ഇസ് worthy for the Lord all the time, all the moments of my life. Yeah, it is possible. That is continuous success. അതാണ് വാസ്തവത്തിൽ തുടർമാനമായി പോകുന്ന എക്സ്റ്റാറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. We do all our work, we do our office work, we drive, but at the same time we are in the presence of the Lord and we enjoy the Holy Spirit and we are in the divine counsel, and in a split second we are coming back to that holy life, that realm, that spirit realm. I really want to see that we all are enjoying that kind of spirit. ആ തരത്തിലുള്ള ഒരു ആത്മീയതയാണ് കർത്താവ് നമ്മൾ നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവ് പറയാം, കർത്താവേ എൻ്റെ സ്പിരിച്വാലിറ്റിയിൽ ഒത്തിരി നീ ഉദ്ദേശിക്കുന്ന ആത്മീയതയിലൊന്നും വരാൻ എനിക്ക് ഇതുവരെ കഴിയും. കർത്താവ്, ഞാൻ നിന്റെ ആലോചന സഭയിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഐ നെവർ ഫീൽ ദാറ്റ് ആൻഡ് ഐ എം നോട്ട് ഹിയറിംഗ് യുവർ വോയിസ്. ദസ് സൈസ് ദ ലോർഡ് എനിക്ക് ആളുകളോട് പറയണമെന്നുള്ളൂ, അല്ലെങ്കിൽ എന്നോട് തന്നെയെങ്കിലും പറയണമെന്നുള്ളൂ. പക്ഷേ എനിക്കതിന് ഉറപ്പില്ല പലപ്പോഴും, ബിക്കോസ് ഐ ഹാവ് നെവർ ബീൻ ഇൻ യുവർ ഡിവൈൻ കൗൺസിൽ. Lord, I want to see that. Lord, I am entering into thy divine counsel and see and hear what is happening over there. ഹല്ലേലൂയ. കർത്താവെ, അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് തരണമേ. കർത്താവെ, ആത്മതലത്തിലേക്ക് പ്രവേശിക്കുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അന്യഭാഷയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊക്കെ എക്സസൈസുകൾ കുറഞ്ഞ തലമാണെന്നും എൻ്റെ കൃപാവരങ്ങൾ പോലും ഒന്നുമല്ലെന്നും ശക്തി ഒന്നുമല്ലെന്നും അതിലെല്ലാം വലുതാണ് ആത്മാവും ഒരുമിച്ചുള്ള സഹവാസവും എന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ്, ഒരു വ്യക്തിയായി നീ എന്നെ വഴി നടത്തണമേ. കർത്താവ്, ഇവിടേക്ക് കയറി വരുമ്പോൾ ചെരുപ്പൂരിട്ടേച്ച് ഇവിടെ കയറി ആത്മാവിനെ പ്രാപിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ആത്മാവിനെ കളഞ്ഞേച്ച് പഴയ ചെരുപ്പിനോട് പോകുന്നത് പോലെ അല്ല കർത്താവെ. I want to see that, Lord, you are coming with me. You are coming to my car, my office, my bedroom. കർത്താവെ, എൻ്റെ റൂമിലേക്കും എൻ്റെ ഓഫീസിലേക്കും എൻ്റെ വായനയിലേക്കും എൻ്റെ ചിന്തകളിലേക്കും എൻ്റെ ടെലിവിഷനിലേക്കും എല്ലാം നിന്റെ ആത്മാവ് കയറി വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. Everybody pray for that. Hallelujah. കർത്താവെ, അങ്ങനെ ഒരു ആഴമുള്ള ആത്മീയത എനിക്ക് ആവശ്യമുണ്ട് കർത്താവെ. ഹല്ലേലൂയ. എന്നെ ഭരിക്കുന്ന ഒരു സ്റ്റേജ് കർത്താവെ, ആത്മാവിനെ ഭരിക്കണം കർത്താവെ. ആത്മാവ് എനിക്ക് ശക്തി പകരം മാത്രമല്ല, എന്നെ നിയന്ത്രിക്കണം കർത്താവെ. നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം കർത്താവെ. നിന്റെ ആലോചന സഭയിലേക്ക് എനിക്ക് കയറി നിൽക്കണം. ദൈവമായ കർത്താവെ, എന്നെ സഹായിക്കും.